ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 39 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിക്കുന്നത്. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവധിയിൽ തന്നെയായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏറെ സുപരിചിതമായ ഒത്തിരി ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വേദഭാഗമാണിത്. ഒരു മരണവേദിയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് രാത്രി ഞാൻ തിരിക്കുന്നത്. ലോകത്തിൽ ഒട്ടനവധി മരണങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ചില മരണങ്ങൾ ദേശത്തിൻ്റെ മുഴുവൻ ഗതികളെ പിടിച്ചു നിർത്തുന്ന ചില മരണങ്ങൾ, ഒരു രാജ്യത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ചില മരണങ്ങൾ, എന്തിന് ലോക ചരിത്രത്തെ മുഴുവൻ പിടിച്ചു നിർത്തിയ ചില മരണങ്ങളുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, ദേശത്തിൻ്റെ ഭരണസാന്നിധ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇന്നലകളിൽ വഹിച്ചവർ, ഇവർ പലരും മരിക്കുമ്പോൾ ഒരു ദേശം തന്നെ നടുങ്ങി നിൽക്കാറുണ്ട്. ചില നാളുകൾക്ക് പുറകിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നയനാർ മരിച്ചപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബഹുജന സഹസ്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ പങ്കെടുക്കുവാനിടയായി. ഇക്കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ ഇതേപോലെ തന്നെ അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ 32 മണിക്കൂറുകൾ നീണ്ട സമയം ജനം വിലാപയാത്രയിൽ പങ്കെടുത്തു. ഞാൻ പറഞ്ഞത്, ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച 2 മരണങ്ങൾ, ജനസഹസ്രങ്ങൾ ഓടിക്കൂടിയ 2 മരണങ്ങളായിരുന്നു ഈ 2 മരണങ്ങൾ. എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ നടന്ന നിയമസഭാ മണ്ഡലങ്ങളുടെയും ലോക്സഭയിലെയും ഇലക്ഷൻ നടന്ന സമയത്ത് ഈ 2 മരണങ്ങളും ഇവിടെ ഒരു ചർച്ചാ വിഷയമായി മാറിയില്ല. എന്ന് പറഞ്ഞാൽ, അന്ന് ഈ സമൂഹത്തിനകത്ത് സ്വാധീനം വരുത്തിയ പല മരണങ്ങൾക്കും ഇന്നും പ്രസക്തി ഇല്ലാതായി മാറി. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ പിടിച്ചു നിർത്തിയ, ഇന്ത്യയുടെ ചരിത്രത്തിന് അപ്പുറമെന്നും ഇപ്പുറമെന്നും പറയാൻ കഴിയത്തക്ക നിലവാരങ്ങളുള്ള 2 മരണമാണ് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മരണം. പക്ഷേ ഈ 2 മരണങ്ങൾക്ക് പിന്നിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിനകത്ത് ഈ മരണം ഒരു ചർച്ചാ വിഷയമല്ല. ആരും അത് ചർച്ച ചെയ്യുന്നില്ല. തെരഞ്ഞെടുപ്പിൽ അതിനെപ്പറ്റി ആരും ഒരു വിഷയമായി ഉന്നയിക്കുന്ന പോലുമില്ല. പാകിസ്ഥാന്റെ ചരിത്രത്തിനകത്ത് ബെനീസിർ ഭൂട്ടോ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചത് ആ നാടിനെ പ്രകമ്പനം കൊള്ളിച്ചൊരു സംഭവമായിരുന്നു. പക്ഷെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് അതവിടെ ചർച്ചാ വിഷയമായി മാറിയില്ല. അമേരിക്കൻ ചരിത്രത്തിനകത്ത് നോക്കുമ്പോൾ ഏറ്റവും കരുത്തുറ്റ ഭരണസാന്നിധ്യം വഹിച്ചൊരു മനുഷ്യനായിരുന്നു ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന മനുഷ്യൻ. തനിക്ക് ഒത്തിരി എതിരാളികൾ ആ നാട്ടിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരുവൻ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനകത്തുനിന്ന് ഈ മനുഷ്യനെ നിറയൊടിച്ചു കൊല്ലുമ്പോൾ അത് ആ നാടിനെ പിടിച്ചു നിർത്തിയ ഒരു സംഭവമായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോൺ എഫ് കെന്നഡിയുടെ മരണം ഒരു ചർച്ചാ വിഷയമായിരുന്നില്ല. ഞാൻ പറഞ്ഞത്, ഒത്തിരി മരണങ്ങൾ ലോകത്തെയും രാജ്യങ്ങളെയും പിടിച്ചു നിർത്തി, പക്ഷെ അതൊന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ലോകമഹായുദ്ധം തന്നെ തുടങ്ങിയത് ഒരു മരണത്തിന്റെ വെളിച്ചത്തില. 1-ാം ലോകമഹായുദ്ധം ആരംഭിച്ചത് ഒരു മരണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. രാജ്യങ്ങൾ തമ്മിൽ തരംതിരിച്ച് അവർ തമ്മിൽ ചേരിതിരിഞ്ഞ് യുദ്ധം തുടങ്ങുവാനിടയായത്. പക്ഷെ ഇന്ന് അത് ഒരു ചർച്ചാ വിഷയമായി മാറുന്നില്ല. ലോകം ആ മരണത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നത് പോലുമില്ല. ഞാൻ പറഞ്ഞത്, ഇന്നലകളിൽ ദേശത്തെ, രാജ്യത്തെ, ലോകത്തെ മുഴുവൻ പിടിച്ചു നിർത്തിയ ഒത്തിരി മരണങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ 2 സഹസ്രാബ്ദമായിട്ട് ഒരു മരണത്തെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു മരണത്തെപ്പറ്റി പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, ആ മരിച്ച വ്യക്തിയെപ്പറ്റി ഇന്നും സഘോരം ഇവിടെ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് ഒറ്റ വ്യക്തിത്വമേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരാളില്ല. അവിടുത്തെ മരണം ഇന്നും ഒരു ഗൗരവ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. കാരണം ബാക്കിയുള്ള വിഷയങ്ങൾക്കെല്ലാം കാലത്തിനകത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു പോയി, കാലഹരണപ്പെട്ടു പോയി. കാലത്തിന്റെ കുത്തൊഴുക്കിനകത്ത് അതിനൊന്നും അർത്ഥവും വ്യാപ്തിയും ഇല്ലാത്തതായി മാറിപ്പോയപ്പം 2000 വർഷമായിട്ട് പ്രസംഗിച്ചവർ പലരും കാലയവനികയ്ക്കകത്ത് മറഞ്ഞു മാറി. പിതാക്കന്മാർ ഈ മണ്ണിൽ നിന്ന് പ്രസംഗിച്ചു, അവർ പലരും മരിച്ചു. എന്നാൽ അടുത്തൊരു തലമുറ ഇന്നും ആ സന്ദേശത്തെ ഉയർത്തുന്നെങ്കിൽ, ഇന്നും ഗൗരവ പ്രാധാന്യമുള്ള, ഉലകത്തെ പിടിച്ചു നിർത്തുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അതിനെയാ ഞാൻ ഉയർത്തുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം എന്നുള്ളത് ഇന്നും ഗൗരവമുള്ള സന്ദേശമാണ്. എന്തുകൊണ്ടാണ് ഈ സന്ദേശം ഇത്ര പ്രസക്തം? 2 ചിന്ത പറഞ്ഞിട്ട് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഇത് സാർവത്രികമായ സന്ദേശമാണ്.
ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു ജനസമൂഹത്തിനോ അവരിലേക്ക് മാത്രം ഒതുങ്ങി നിർത്തുന്ന ഒരു സന്ദേശമല്ല യേശുക്രിസ്തുവിന്റെ സന്ദേശം എന്നുള്ളത്. ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമെന്നേ സകല ജനത്തെയും സമന്വയിപ്പിച്ച് അവരെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ശക്തിയുള്ള സന്ദേശം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം സാർവത്രികമായ സന്ദേശമാണ്, സാർവലൗകികമായ സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശം എന്നുള്ളത്. രണ്ട്, ഇതിന്റെ ഏറ്റവും ഗൗരവമായ പ്രത്യേകത പറയാം, ഇതിന്നും സജീവതയുള്ള സന്ദേശമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, കാലഹരണപ്പെട്ട ഒത്തിരി സന്ദേശങ്ങളുടെ നടുവിൽ, ചർച്ച ചെയ്ത് പഴക്കം ബാധിച്ച ഒത്തിരി ചർച്ചാ വിഷയങ്ങളുടെ നടുവിൽ ഇന്നും എവിടൊക്കെ ഇത് പ്രസംഗിക്കുമോ, ഇന്നും എവിടൊക്കെ ഈ സന്ദേശം പറയുമോ, അന്ന് എന്ത് ശക്തി ഉണ്ടായിരുന്നോ അതുപോലെ ഇന്നും ശക്തിയുള്ളതും സജീവതയുള്ളതുമായ ഒരു സന്ദേശമുണ്ടെങ്കിൽ ആ സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ സന്ദേശം എന്നുള്ളത്. അത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ യേശുക്രിസ്തു വിശ്വസ്തയോടെ ആ സന്ദേശം വിളംബരം ചെയ്യാൻ കൈമാറിയ അപ്പോസ്തല ഗണങ്ങൾ അവർ പോയ ദേശങ്ങളിൽ അവർ ഈ സന്ദേശത്തെ പ്രസംഗിച്ചു, രാജ്യങ്ങളിൽ ഈ സന്ദേശത്തെ പ്രസംഗിച്ചു. 100 വർഷത്തിനകത്ത് 4 ഭൂഖണ്ഡങ്ങളിൽ ഈ സന്ദേശം എത്തുവാനിടയായി. എന്നാൽ അന്ന് പ്രസംഗിച്ചവർ അവർ പലരും മരിച്ചു മാറി. ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം അത് പ്രസംഗിക്കാൻ ഈ ദേശത്ത് ഞാൻ നിൽക്കുമ്പോഴും അന്ന് ആ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോൾ എന്ത് നടന്നോ, എന്ത് ചെയ്യാൻ ശക്തി ഉണ്ടായിരുന്നോ അതേ ശക്തി അതിന്റെ ഒട്ടും മാറ്റു കുറയാതെ, മഹത്വം കുറയാതെ ഇന്നുമുണ്ടെങ്കിൽ ഈ സന്ദേശത്തോളം ശക്തിയുള്ളതായി ലോക ചരിത്രത്തിനകത്ത് മറ്റൊരു സന്ദേശമില്ല. ഇന്ന് രാത്രിയും ഈ സന്ദേശത്തെ, യേശുവിന്റെ ക്രൂശിന്റെ സന്ദേശത്തെ ഹൃദയം തൊട്ട് വിശ്വസിക്കാൻ മനസ്സുള്ള ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ അന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ അത് മുഴുവൻ ഇന്ന് രാത്രിയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന അത്ഭുതകരമായ ഇടപെടാൻ കഴിയുന്ന സജീവതയുള്ള സന്ദേശമാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ സന്ദേശമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുകയും അതിനെ അനുഭവിക്കുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറയണം, ഇന്നും ഈ സന്ദേശം സജീവതയുള്ളതാ. ഈ സന്ദേശം സാർവത്രികമായ സന്ദേശമാണ്. ഈ സന്ദേശം സജീവതയുള്ള സന്ദേശമാണ്. ഇന്നും ഇത് ചലിക്കുന്നതാ. ഇന്നും ഒരു ഹൃദയം ഇതിനു വേണ്ടി തുറക്കപ്പെട്ടാൽ ആ ഹൃദയം പരിവർത്തിതമാകും. ഇന്നും ഒരു കുടുംബം ഇതിനു വേണ്ടി തുറക്കപ്പെട്ടാൽ കുടുംബത്തിന്റെ ചരിത്രം മാറും. ഇന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് അടഞ്ഞുപോയ സാധ്യതകളുടെ നടുവിൽ ഈ ക്രൂശിന്റെ വചനത്തിന് മുമ്പിൽ ഹൃദയം തുറന്നാൽ അടയപ്പെട്ട ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, ഗതിയറിയാത്ത നാൽക്കവലകളിൽ നിന്ന് അവനെ പിടിച്ച് അവന്റെ ജീവിതത്തെ പുതിയ അവസ്ഥയിൽ കൊണ്ടു നിർത്താൻ ലോകത്തിൽ കഴിയുന്ന ഒരു സന്ദേശം ഈ സന്ദേശമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഇന്ന് രാത്രി അനുഭവത്തിലൂടെ വിളിച്ചു പറഞ്ഞാൽ അതിനാമൻ പറയാൻ അനുഭവിച്ചവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അവർ മാത്രം ധൈര്യത്തോടെ ഇന്ന് രാത്രി കരമുയർത്തി സ്തോത്രം പറഞ്ഞിട്ട് പറ, എന്റെ യേശുവിന്റെ സന്ദേശം ഇന്നും ശക്തിയുള്ളതാ. ഇതുകൊണ്ട് 2024 ഈ സമ്മേളനം നടത്തുന്നത്. ഇതുകൊണ്ട് 2024 ഈ സമ്മേളനം നടത്തുന്നത്. ഇവിടെ എത്രയോ ആയിരങ്ങൾ, 10,000 കൂടുന്ന, തെരുവുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ സഹോദരൻ കേൾക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ഞങ്ങൾ നിർത്തിക്കളയാഞ്ഞത് ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇന്നും ഇത് ഉയർത്തുന്നിടത്ത് ജനം വിടുവിക്കപ്പെടും. ഇത് ഉയർത്തുന്നിടത്ത് ജനം പരിവർത്തനപ്പെടും. അത് കുടുംബമാകട്ടെ, ദേശമാകട്ടെ, സമൂഹമാകട്ടെ, പരിവർത്തനം വരണമെങ്കിൽ അതിന് കഴിയുന്ന യേശുവിന്റെ സന്ദേശമല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ട് ഈ മരണം ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഈ മരണത്തെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങളെ ഞാൻ ആ മരണവേദിയിലേക്ക് കൊണ്ടുവരിക. ഞാനത് വേദി എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഇത്രയധികം ഫോക്കസ് കിട്ടിയ മറ്റൊരു സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഇടത്തെ വേദി എന്ന് പറയുന്നത്. ആ മരണസ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. അവിടെ ആ മലയുടെ മുകളിൽ 3 ക്രൂശ് ഉയർന്നു നിൽപ്പുണ്ടാവും. അതിൻ്റെ നടുവിലുള്ള ക്രൂശ് ക്രിസ്തുവിൻ്റെ ക്രൂശ്, വീണ്ടെടുപ്പിൻ്റെ ക്രൂശ്. അതിൻ്റെ ഒരു വശത്ത് ആ തിരസ്കരണത്തിൻ്റെ ക്രൂശ്, റിജക്ഷൻ്റെ ക്രൂശ്. അതിൻ്റെ മറുവശത്ത് അംഗീകാരത്തിൻ്റെ ക്രൂശ്, ആ ക്രിസ്തുവിനെ സ്വീകരിച്ചൊരു മനുഷ്യൻ്റെ ക്രൂശ്. 3 ക്രൂശുകൾ അവിടെ ഉയർന്നു നിൽക്കുകയാണ്. നടുവിലുള്ളത് വീണ്ടെടുപ്പിന്റെ ക്രൂശാണ്. എല്ലാവർക്കും മുമ്പിൽ സജീവമായി തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിൽ പോലെ സാധ്യതകൾ എല്ലാവർക്കും മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ക്രൂശ് നടുവിൽ ഉയർന്നു നിൽക്കുക. മറ്റ് 2 പേരുടെ ചരിത്രം ഇന്ന് രാത്രിയിൽ, അതിൽ ഒരുവന്റെ ചരിത്രമാണ് നമ്മൾ ആ മനുഷ്യന്റെ ചരിത്രത്തിൽ നിന്ന് ഗൗരവ പ്രാധാന്യമുള്ള ഒരു ചിന്തയിലേക്കാണ് ഇന്ന് രാത്രി ഞാൻ വരുവാൻ താല്പര്യപ്പെടുന്നത്. ഈ മനുഷ്യന്റെ പേര് പോലും അവിടെ പറയുന്നില്ല. തന്നെ പറ്റി പറയുന്ന ഒരൊറ്റ പദമേയുള്ളൂ, ദുഷ്പ്രവർത്തിക്കാരൻ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ, ഒറ്റ പദമേയുള്ളൂ, ദുഷ്പ്രവർത്തിക്കാരൻ. തന്റെ പേരവിടെ പറയുന്നില്ല. നമുക്കറിയാം, ഏത് നാട്ടിൽ ചെന്നാലും ചിലരെ അവരുടെ പേര് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയത്തില്ല.
മറിച്ച് ചിലരുടെയൊക്കെ പ്രവൃത്തി പറഞ്ഞാൽ അറിയാം. ഞാൻ ചെങ്ങന്നൂർ പട്ടണത്തിൽ കുറച്ചു കാലങ്ങൾക്ക് പുറകിൽ അവിടെ നടന്ന ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യൻ അവിടെ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നാട്ടിൽ ഏതാണ്ട് 20-25 വർഷം മുമ്പ് ആ മനുഷ്യന്റെ പേര് ഷാജി എന്ന, പക്ഷെ ഷാജി എന്ന പേര് പറഞ്ഞാൽ ആ നാട്ടിൽ ഒറ്റയാൾക്കും തന്നെ അറിയത്തില്ല. മറിച്ച് ഷാജി എന്ന പേര് പറഞ്ഞാൽ തന്നെ അറിയാത്തത് ആ നാട്ടിൽ നാശം ഷാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഷാജി എന്ന പേര് കോമൺ ആയതുകൊണ്ട് ഷാജിയെ അവർക്കറിയില്ല. പക്ഷേ നാശം ഷാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മോശം ഷാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിനോട് ചേർന്ന് നാശമെന്നും മോശമെന്നും ഗുണ്ടയെന്നുമൊക്കെ പറഞ്ഞാൽ ഒരു നാട് മുഴുവൻ അറിയും. കാരണം തൻ്റെ പേരിലല്ല അറിയുന്നത്, താൻ ചെയ്ത പ്രവൃത്തിയിലാണ് അറിയുന്നത്. പക്ഷെ അന്ന് രാത്രി താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നാശമെന്ന് പറഞ്ഞ നാട്ടിൽ നിന്നുകൊണ്ട് നല്ല മനുഷ്യനെന്ന് പറയാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കിയത് ഞാൻ മുമ്പേ പറഞ്ഞ ക്രിസ്തുവിന്റെ സജീവതയുള്ള സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു കയറി ക്രിസ്തു വരുത്തിയ വിപ്ലവമാണ്. തൻ്റെ അന്തരാത്മാവിന് പരിവർത്തനം വരുത്തി ഇന്ന് തന്നെ പുതു മനുഷ്യനാക്കി നിർത്തിയത് ക്രിസ്തു വിപ്ലവം തൻ്റെ അകത്ത് സംഭവിച്ചത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ചിലരെ അറിയപ്പെടുന്നത് അവരുടെ പ്രവൃത്തി കൊണ്ടാണ്. അങ്ങനെ അറിയപ്പെട്ടൊരു മനുഷ്യന് ഒരു ആയുസ് മുഴുവൻ പറയാൻ എടുത്തു കഴിഞ്ഞാൽ ദുഷ്പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പേര് സമ്പാദിച്ച മനുഷ്യൻ. പക്ഷെ ഏറ്റവും അവസാന നിമിഷം തനിക്കൊരു തിരിച്ചറിവ് സംഭവിച്ചു. ത്രിവിധ തിരിച്ചറിവുകളാണ് ഈ മനുഷ്യന് സംഭവിച്ചത്. ത്രിവിധ തിരിച്ചറിവുകൾ. ഈ ക്രൂശിൽ കിടക്കുമ്പോൾ ഇദ്ദേഹവും ക്രിസ്തുവിനെ പരിഹസിച്ചതാണ്. അവർ രണ്ടുപേരും പരിഹസിച്ചതാണ്. മറ്റൊരു ഗോസ്പലിൽ കാണുന്നുണ്ട്, ഇവർ രണ്ടുപേരും ക്രിസ്തുവിനെ പരിഹസിച്ചവരാണ്, രണ്ടുപേരും നിന്ദിച്ചവരാണ്. എന്നാൽ അല്പസമയം ആ ക്രൂശിനെ വീക്ഷിച്ചപ്പോൾ, ക്രിസ്തുവിനെ ദർശിച്ചപ്പോൾ, ആ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യന്റെ മൊഴികളിലേക്ക് ഈ മനുഷ്യൻ വന്നപ്പോൾ, അദ്ദേഹത്തിന്റെ വികാര ശ്രേതസ്സുകളെ പറ്റി കണ്ടപ്പോൾ, ഇതൊക്കെ കണ്ടപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി ഇവനൊരു സാധാരണക്കാരനല്ല. ഇവൻ മരിക്കുന്നത് ഞാൻ മരിക്കുന്നത് പോലല്ല. ഇവരിൽ എന്തോ വ്യത്യസ്തതയുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ഈ മനുഷ്യൻ ആ ക്രൂശിലേക്ക് നോക്കിയപ്പം തനിക്ക് കണ്ട 3 വിധ തിരിച്ചറിവുകൾ. ഒന്നാമത്തെ തിരിച്ചറിവ്, ഈ മനുഷ്യൻ അവനവനെ തിരിച്ചറിഞ്ഞു, തന്നെത്താൻ തിരിച്ചറിഞ്ഞു. തന്നെത്താൻ തിരിച്ചറിവിന്റെ ആദ്യത്തെ പാദം അവിടെ പറയുന്നുണ്ട്, നമ്മൾ ആ തെറ്റു ചെയ്തത് കൊണ്ടാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ ന്യായീകരിക്കാൻ, വിളിപ്പിക്കാൻ. ഇന്നത്തെ ഒരു പദമാ വെളുപ്പിച്ചെടുക്കുക, ക്യാപ്സൂളുകൾ ഇറക്കുക, വെളുപ്പിക്കുക. ഇതൊക്കെ ഇന്നത്തെ ഒരു പദങ്ങളാ. ഈ മനുഷ്യന് ശരിക്കും ആ ക്രൂശിൽ നിന്നുകൊണ്ട് സാഹചര്യം എന്നെ അവിടെ എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം, അല്ല കൂട്ടുകെട്ടുകൾ എന്നെ അവിടെ എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ന്യായീകരണവുമില്ല. ആ മനുഷ്യൻ പറഞ്ഞത് ചെയ്ത തെറ്റിന് തന്നെയാ ഈ ശിക്ഷ അനുഭവിക്കുന്നത്. തിരിച്ചറിവുകൾ. ജീവിതം പരിവർത്തനം വരണമെങ്കിൽ ആദ്യത്തെ കാര്യം നാം നമ്മെ തന്നെ തിരിച്ചറിയണം. ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, അവനവനെ തിരിച്ചറിഞ്ഞു, താൻ തെറ്റുകാരനെന്ന് തിരിച്ചറിഞ്ഞു. പലപ്പോഴും സമൂഹം ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ അങ്ങനെ ഒരു തെറ്റിന്റെ അംശമുണ്ടോ? എന്ത് സംശയം. കാരണം ഈ മൈക്കിലൂടെ ഞങ്ങളിത് പറയുന്നതിന്റെ കാരണം ഞങ്ങൾ മാത്രമല്ല, ഈ സമൂഹത്തിന്റെ ഏത് കോണി നോക്കിയാലും ഇന്ന് തിന്മയുടെ ഒരു വല്ലാത്ത വിളയാട്ടമുണ്ടല്ലോ. ചില കുടുംബങ്ങളൊക്കെ തകർക്കപ്പെടുന്നത് അവർ പോലും അറിയാതെ അവരിൽ നിലനിൽക്കുന്ന തിന്മയാണ് ചില കുടുംബത്തെ ഇന്ന് ഏറ്റവും അധികം തകർച്ചയിലേക്ക് നയിക്കുന്നത്. മാവേലിക്കരയിൽ ഒരു കുടുംബം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അവിടെ ഒരപ്പനമ്മ, അവർക്കൊരു മകൾ. ഈ കുടുംബത്തിനകത്ത് അപ്പൻ മദ്യപാനം പേറിക്കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ദിവസം ഇതിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ ഈ കുഞ്ഞുമായിട്ട് അല്പകാലം മദ്യം ഉപേക്ഷിച്ചിട്ട് ഈ മനുഷ്യൻ ആ കുഞ്ഞിനെ വളർത്തി തുടങ്ങി. എന്നാൽ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ പിന്നെയും മദ്യം ഉപയോഗിച്ചു തുടങ്ങി. ഒരു ദിവസം അടുത്തിരുന്ന ഒരു കൈക്കത്തി എടുത്തുകൊണ്ട് ഈ കുഞ്ഞിന്റെ കഴുത്ത് നേരെ വെട്ടിയെറിഞ്ഞു. ഈ കുഞ്ഞിന്റെ കഴുത്തറ്റ് നിലത്ത് വീഴുന്ന ഒരു വാർത്ത, ഐശ്വര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വാർത്ത നമ്മൾ പത്രത്തിലൂടെ വായിച്ചതാണ്. 2 പേർ ഒരു കുടുംബത്തിനകത്തുനിന്ന് അറ്റുപോയി. ഈ മനുഷ്യൻ വിചാരണ നേരിടുവാൻ ഇനി മാവേലിക്കര വന്നിട്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്ന വഴിയും ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ഞാൻ പറഞ്ഞത് 6 വർഷത്തിനകത്ത് ഒരു കുടുംബത്തിലെ 3 പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുക. ഞാൻ പറഞ്ഞത് അവിടെ എന്താ കാരണമെന്ന് ചോദിച്ചാൽ അവരുടെ പശ്ചാത്തലം ശരിയാകാഞ്ഞിട്ടല്ല, അവർക്ക് സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് മനസ്സിനകത്ത് എവിടെയോ കുടികെട്ടിയ അടിമത്തമാണ് അവരെ കൊണ്ട് തിന്മ പ്രവർത്തിച്ചത്. ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിയാൻ ഒരു അമ്മയ്ക്ക് തോന്നത്തില്ല, അതിന് നേരെ കടാരയെടുക്കാൻ ഒരു അപ്പന് തോന്നത്തില്ല, സ്വന്തം രക്തത്തിന് രക്തത്തെയും മാംസത്തിന് മാംസത്തെയും പിച്ചു ചിന്താൻ ഒരാൾക്ക് കഴിയത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ അകത്ത് തിന്മയോ
നന്മയുണ്ട്, തിന്മയുടെ വ്യാപാരമുണ്ട്. എന്നാൽ തിരുവെടുത്ത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അറിയാത്ത തിന്മ എത്രയും മനുഷ്യൻ ചെയ്യുന്നത്. തിന്മയുടെ വ്യാപാരം ഇവിടെയുണ്ട്. ഒന്ന്, തിന്മ ഇവിടെയുണ്ട്. ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ട്, ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ട്. രണ്ടാം കാര്യം, ഈ തെറ്റു ചെയ്തത് കൊണ്ട് എനിക്ക് വെറുതെ പോകാൻ കഴിയത്തില്ല, തെറ്റിന് ശിക്ഷയുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദീർഘകാല എഫക്റ്റ് ഞാൻ പറയാം. ഈ ഭൂമിയിൽ മാത്രമല്ല, ഈ തെറ്റ് പരിഹരിക്കപ്പെടാതെ അതിന് പൊറുക്കൽ പ്രാപിക്കാതിരുന്നാൽ ദീർഘദൂരം ഈ തെറ്റിന്റെ ശിക്ഷ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. ഈ മനുഷ്യന് എവിടേക്കോ ആ ഒരു ബോധ്യമുണ്ടായി. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർത്തുകൊള്ളണം. ഇവിടം കൊണ്ട് ഒന്നും അവസാനിക്കത്തില്ലെന്ന്, ഈ ഒരു മരണം കൊണ്ട് ഒന്നിന് പരിഹാരമാകത്തില്ലെന്ന് തനിക്ക് മനസ്സിലായപ്പം ഒരു കാര്യം ഉറപ്പ്, ഇതിന്റെ ശിക്ഷ നാളെയും എന്നെ പിന്തുടരും. ഇവിടെ കുറച്ചു കാലം രസിച്ച് രമിച്ച് ജീവിച്ച് അവസാനം അങ്ങ് മരിച്ചു തീർന്നാൽ എല്ലാം അങ്ങ് തീരുമായിരുന്നെങ്കിൽ എത്ര നല്ല ജീവിതമായിരുന്നു. തകർത്ത് ഒരു ധാർമ്മികതയുടെ വേലി വരുമ്പുകളും ഇല്ലാതെ നമുക്കങ്ങ് ജീവിച്ചു തീർക്കരുതായിരുന്നു. അതിനകത്ത് സഭ്യതയുടെയും മാന്യതയുടെയും ധാർമ്മികതയുടെയും നീതിബോധത്തിന്റെയും ഇതിന്റെ ഒന്നും വരമ്പുകൾ ഇല്ലാതെ എങ്ങനെയും നമുക്ക് ജീവിക്കാമായിരുന്നു. എന്നാൽ ജീവിതം എന്ന ഈ വലിയ സമസ്യക്കകത്തുനിന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല, ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല. ഇതിനപ്പുറത്തൊരു മരണമുണ്ട്, ഇതിനപ്പുറത്തൊരു ന്യായവിധിയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെ പറ്റി പറയുമ്പം അവിടെ മരണത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്, വരുവാനുള്ള ന്യായവിധിയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ കടപ്പാടിനകത്തൂന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഈ മരണമുണ്ട്, അതിനപ്പുറത്ത് വരാനിരിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്തതിന് ഒന്നും ഇവിടെ അവസാനിക്കത്തില്ല. പക്ഷി മൃഗാദികൾ ഇവിടെ തീരുന്നത് പോലെ ഒന്നും തീരത്തില്ല. മറിച്ച് ഇതിന് എണ്ണി എണ്ണി കാരണം ചോദിക്കുന്ന, എണ്ണി എണ്ണി കാര്യം ചോദിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് ന്യായാധിപതിയായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് ഒരു വലിയ ബോധ്യം ഈ ദേശത്തോടും ഇവിടെ ഇരിക്കുന്ന ജനത്തോടും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ കടപ്പാടിനകത്തുനിന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഒന്നും ഇവിടെ തീരത്തില്ല, ഒന്നും ഇവിടെ അവസാനിക്കത്തില്ല. പലപ്പോഴും നമുക്ക് ഈ ബോധ്യത്തെ അകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയാൽ നല്ലതാ. മരണമുണ്ട്, അതിനപ്പുറത്തൊരു ന്യായവിധിയുണ്ട്. തീർന്നില്ല, ഒരു നരകമുണ്ട്. നരകം എന്നതൊരു മിത്തല്ല. നരകം എന്നത് കേവലം ഏതെങ്കിലും ഫാന്റസി അല്ല. 3Dയും 8D ഒക്കെ കാണുമ്പം നമ്മൾ അതിന്റെ സൺഗ്ലാസ് ഒക്കെ, അതിന്റെ ഗ്ലാസ് വെച്ചിട്ട് ഈ 8D തിയേറ്ററിനകത്തിരിക്കുമ്പം നമ്മൾക്ക് മറ്റൊരു ഭാവന ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. പ്രത്യേകിച്ച് വിർച്വൽ റിയാലിറ്റി ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ VR-ന്റെ ഒക്കെ ക്യാമറ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെവിടേക്ക് നമുക്ക് പോകാൻ കഴിയും. മഞ്ഞുമലകളിടയിലൂടെ നമുക്ക് കയാക്കിങ് നടത്താൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മൾ കഠിനമായ പർവ്വങ്ങളിലൂടെ ഇറങ്ങാൻ കഴിയും, പർവ്വതങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു വിർച്വൽ റിയാലിറ്റിയാ, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല. എനിക്ക് കല്ലേലിമുക്കിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് അങ്ങ് അമേരിക്കയിൽ സഞ്ചരിക്കാൻ കഴിയും, എനിക്ക് പർവ്വതങ്ങളുടെ ഇടയിലൂടെ പോകാൻ കഴിയും, എനിക്ക് കയാക്കിങ് നടത്താൻ കഴിയും. എന്നാൽ അങ്ങനെ ഒരു മിഥ്യായ ഒരു കാര്യമല്ല നരകം എന്ന് പറയുന്നത്. ഇത് വെളിപ്പെടുവാൻ മനുഷ്യന്റെ പ്രവർത്തിക്കൊത്ത് അവന്റെ മുമ്പിൽ വെളിപ്പെടുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് സ്വർഗമെന്നതും നരകമെന്നതും. ഞാൻ പറഞ്ഞത് ഇന്നത് വിളംബരം ചെയ്യപ്പെടുന്നില്ല, വിളംബരം ചെയ്യപ്പെടണം. സ്വർഗമെന്ന യാഥാർത്ഥ്യമുണ്ട്, നരകമെന്ന യാഥാർത്ഥ്യമുണ്ട്. ചെയ്ത പ്രവൃത്തിക്കൊത്ത് ഈ ഒരു യാഥാർത്ഥ്യത്തിനകത്തേക്ക് മനുഷ്യൻ പോകേണ്ടി വരും. സ്ക്രീനിൽ എന്ന വണ്ണം സകലത്തിനും കാരണം ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇതൊരു യാഥാർത്ഥ്യമാ. ഈ മനുഷ്യൻ മനസ്സിലായി, ഇവിടം കൊണ്ട് ഒന്നും തീരത്തില്ല. ഇതിനപ്പുറത്ത് കണക്ക് പറയേണ്ടി വരും, കാര്യം പറയേണ്ടി വരും. അവിടെയാണ് ക്രിസ്തുവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞത്, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഓർക്കണം. തനിക്ക് വന്ന രണ്ടബദ്ധ തിരിച്ചറിവ്, ഇവിടെയും ശിക്ഷയാ, ഇതിനപ്പുറത്തും ഒരു ശിക്ഷയുണ്ടെന്ന് താൻ തിരിച്ചറിഞ്ഞു. അടുത്തത് മൂന്നാമത്തെ തിരിച്ചറിവ്, താൻ എന്തൊക്കെ ചെയ്താലും ഈ ശിക്ഷ ഒഴിവാകത്തില്ലെന്ന് തനിക്ക് മനസ്സിലായി. കാരണം അവസാനത്തെ മിനിറ്റിലൂടെ പോകുന്നത്, അവസാനത്തെ മണിക്കൂറിലൂടെ പോകുന്നത്. എന്തൊക്കെ താൻ ചെയ്താൽ, ഇതിനപ്പുറത്ത് ആരൊക്കെ ചെയ്താലും ഇത് ഒഴിവാകത്തില്ലെന്ന് തനിക്ക് മനസ്സിലായപ്പോ ഒരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞു, എനിക്ക് കഴിയത്തില്ല, എൻ്റെ കൂടെയുള്ളവർക്ക് കഴിയത്തില്ല, പക്ഷേ അവിടുത്തേക്കല്ലാതെ ഇത് മാറ്റുവാൻ
ഒരാളില്ല, മറ്റൊരിടമില്ലെന്നു ഈ മാസം ചെയ്ത അടുത്ത മാസം ആവർത്തിക്കുന്നു, ഈ വർഷത്തേത് അടുത്ത വർഷം ആവർത്തിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് പോവുകല്ലേ, ഒരു ചടങ്ങുകളായിട്ട് പോവുകല്ലേ. എന്നാ ഇതിനൊക്കെ ഒരു അവസാനം വരുന്നത്, എന്നാ ഈ മനസാക്ഷിക്കുത്തു മാറുന്നത്, എന്നാ ഈ അർപ്പണങ്ങൾക്കൊരു അവസാനം വരുന്നത്. എന്നാൽ മനുഷ്യന്റെ പ്രയത്നങ്ങൾ കൊണ്ട് അവന് ഈ എറ്റേണലായത് നിത്യമായ യാഥാർത്ഥ്യങ്ങളെ മറ്റൊരാൾക്ക് അവന് നേടിക്കൊടുക്കാൻ കഴിയത്തില്ല എന്ന തിരിച്ചറിവാണ് രക്ഷകനിലേക്ക് കണ്ണോടിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന കാരണം. അപ്പൊ ഈ മനുഷ്യൻ ഒരു കാര്യം മനസ്സിലായി, എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്കൊരാളുടെ സഹായം വേണം, മറ്റൊരു സഹായം ഇല്ലാതെ എന്നെ കൊണ്ട് കഴിയത്തില്ല. അതിന് താൻ ക്രിസ്തുവിലേക്ക് നോക്കുക. അപ്പം ഒന്നാമത്തെ തിരിച്ചറിവ്, ഈ മനുഷ്യൻ അവനവനെ തിരിച്ചറിഞ്ഞു. എന്നാൽ രണ്ടാമത്തെ തിരിച്ചറിവ് ഇന്ന് രാത്രി ഗൗരവമായി, രണ്ടും മൂന്നുമാ ഞാൻ ഗൗരവമായി പറയാൻ താല്പര്യപ്പെടുന്നത്. രണ്ടാമത്തെ തിരിച്ചറിവ്, അവൻ തൻ്റെ തൊട്ടടുത്ത ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു ആരെന്ന് തിരിച്ചറിഞ്ഞു. ഒന്നാമത് അവനവനെ തിരിച്ചറിഞ്ഞു, രണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിനെ അറിഞ്ഞവരൊത്തിരി ഉണ്ട്, പക്ഷെ ഈ മനുഷ്യന് ശരിക്കും സംഭവിച്ചത് അറിവിനപ്പുറത്തേക്കൊരു തിരിച്ചറിവാണ്. ഈ ലോകത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞവരാരെന്ന് ചോദിച്ചാൽ അറിയാത്തവരാരാ ഉള്ളേ? കുറവാ. വ്യത്യസ്ത രീതിയിൽ ക്രിസ്തുവിനെ കച്ചവടച്ചരക്കാക്കുന്നവരുണ്ട്. ക്രിസ്തുവിനെ വിറ്റ് ക്രിസ്തുവിനെ പേരിൽ ചലച്ചിത്രമുണ്ടാക്കി അത് കച്ചവടമാക്കുന്ന ആൾക്കാരുണ്ട്. ക്രിസ്തുവിന്റെ പേരിൽ പുസ്തകം എഴുതി അത് ബെസ്റ്റ് സെല്ലറാക്കി മാറ്റിയവരുണ്ട്. പിന്നെ കർത്താവിന് ഒരു പ്രത്യേകത കൊണ്ട് ക്രിസ്തുവിന്റെ പേരിൽ എന്തെഴുതിയാലും അത് വൺ ഹിറ്റാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ല DC ബുക്സിന്റെ ചരിത്ര പുസ്തകങ്ങൾ ആ ഒരു ഏറിയയിൽ നിന്ന് ആ പുസ്തകങ്ങൾ നോക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെ ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: യേശു ക്രിസ്തു കാശ്മീരി വന്നു. അതുപോലെ ചരിത്രത്തിനകത്ത് കാണാത്ത ഒരു കാര്യം കണ്ടതുകൊണ്ട് ആ പുസ്തകം എടുത്ത് ഒന്ന് മറിച്ചു നോക്കി. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 10-20 ചാപ്റ്റർ അതിനകത്തുണ്ട്. ഈ ചാപ്റ്ററിനകത്തൂടെ ഓടി നോക്കിയപ്പം ഒന്നും അതിനകത്തില്ല, ഒന്നും കാര്യമായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ അതിന് മുമ്പിൽ നോക്കിയപ്പം 25ാമത്തെ പതിപ്പാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 25ാമത്തെ പതിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ പേര് തലക്കെട്ടായിട്ട് വെച്ച് ഒന്നും എഴുതിയില്ലെങ്കിലും അത് മെഗാ ഹിറ്റ് ആയിരിക്കും. ഈ മെഗാ ഹിറ്റ് എന്ന പദം ചലച്ചിത്രത്തിന്റെ പദമല്ലേ? അത് ചലച്ചിത്രത്തിന്റെ കാര്യം തന്നെ അങ്ങ് പറയാം. ഈ വേദി, ഈ നമ്മൾ ഏറ്റവും അധികം ഇന്നത്തെ ക്രൈസ്തവ സമൂഹം യേശു ക്രിസ്തുവിന്റെ അനുഭവങ്ങളെ പറ്റി കണ്ണടയായി. ഞാൻ പറഞ്ഞത്, ആർക്കും കർത്താവിന് കൈൻകുപ്പി കയറ്റിയിട്ടും ഇവിടെ ആരും വാളെടുത്ത് നിന്നിട്ടില്ല. കർത്താവിന്റെ ഒരു കയ്യിൽ സിഗരറ്റ് കെട്ടി അത് എഡിറ്റ് ചെയ്തിട്ടും ഇവിടെ ആരും അടിക്കാനും കല്ലെറിയാനും നിന്നിട്ടില്ല. കാരണം ഇവിടെ എൻ്റെ കർത്താവിന്റെ ചിത്രം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചിത്രത്തിനകത്ത് എഡിറ്റ് ചെയ്തൊരു വൈൻകുപ്പി അതിനകത്ത് കയറ്റിയത് കൊണ്ട് ഈ പ്രസംഗിക്കുന്ന എനിക്കോ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കോ ഒരു കോട്ടവും വന്നിട്ടില്ല. കാരണം ഞങ്ങൾ അനുഭവിക്കുന്നത് ആ കേവലം ഒരു വൈൻകുപ്പി അവിടെ കയറ്റിയതിനകത്തല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ അന്തരാത്മാവിനകത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം അത് സജീവമായി ഇന്നും തുടരുന്നത് കൊണ്ട്, അതിന്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് അത് ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ പേരിൽ ചലച്ചിത്രം ഇറക്കാം, കർത്താവിന്റെ പേരിൽ പുസ്തകം എഴുതാം, അല്ലെങ്കിൽ കർത്താവിന്റെ പേരിൽ എന്തും വിറ്റഴിക്കപ്പെടാം. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും അധികം വ്യത്യസ്ത നിലയിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരാളുമുണ്ടെങ്കിൽ അത് കർത്താവ് തന്നെ. പല മാധ്യമത്തിൽ അതിനെ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ക്രിസ്തുവിനെ പറ്റി അഭിപ്രായപ്പെടാത്തവരാരാ? തത്വജ്ഞാനി എന്ന് പറയുന്നവരുണ്ട്, ഫിലോസഫർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അവിടുന്ന് മഹാത്മാവ് എന്ന് പറഞ്ഞവരുണ്ട്, കരുത്തനായ എഴുത്തുകാരൻ എന്ന് പഠിപ്പിച്ച, അല്ലെങ്കിൽ ഏറ്റവും അധികം അധ്യാപകൻ എന്ന്, ശ്രേഷ്ഠ അധ്യാപകൻ എന്ന് പറഞ്ഞവരുണ്ട്, വിപ്ലവകാരി എന്ന് പറഞ്ഞവരുണ്ട്. വിപ്ലവ പുസ്തകങ്ങൾ കർത്താവിന്റെ ആശയങ്ങളെ അടർത്തിയെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കാൾ മാർക്സ് എഴുതിയ ദാസ് ക്യാപിറ്റലിനകത്ത് പോലും യേശു ക്രിസ്തുവിന്റെ ആ ഗിരിപ്രഭാഷണത്തിന്റെ പരാമർശങ്ങൾ പലയാവർത്തി എഴുതി വെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്കകത്ത് ഇതെഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ലോകത്തിൽ അവിടുത്തെ പറ്റി ആരാ പറയാത്തത്? വിവേകാനന്ദൻ ഷിക്കാഗോയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ രക്തം കൊണ്ട് ഞാൻ പാതുകം കഴുകുമായിരുന്നു. ഇവരൊക്കെ വ്യത്യസ്ത നിലയിൽ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞവരാ. എന്നാൽ യേശുവിനെ അറിയുന്നതല്ല കാര്യം, യേശുവിനെ പറ്റി പുസ്തകം എഴുതുന്നതല്ല കാര്യം, യേശുവിനെ പറ്റി പ്രബന്ധം അവതരിപ്പിക്കുന്നതല്ല കാര്യം. മറിച്ച് അന്തരാത്മാവിൽ എൻ്റെ അകത്ത് മാറ്റം വരുത്താൻ, എന്നെ രൂപപ്പെടുത്താൻ, എനിക്ക് പരിവർത്തനം വരുത്താൻ കഴിയുന്ന, എൻ്റെ അന്തരാത്മാവിനെ ചലിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതം മാറി മറിയുവാനിടയാകുന്നത്.
ക്രിസ്തുവിനെ അറിഞ്ഞാൽ പോരെ, ക്രിസ്തുവിനെ തിരിച്ചറിയണം. ആരായി തിരിച്ചറിയണം? എൻ്റെ അന്തരാത്മാവിൽ പരിവർത്തനം വരുത്തുന്ന പരിവർത്തകനായി, എന്നെ രക്ഷിക്കുന്ന രക്ഷകനായി ഞാൻ ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതം മാറുമറയാകുന്നത്. ഈ മനുഷ്യൻ യേശുവിനെ പറ്റി 100 പേർ പറഞ്ഞ ഒരു അറിവല്ല, താൻ പറഞ്ഞു ഈ മനുഷ്യന് എന്നെ രക്ഷിക്കാൻ കഴിയും. അതാണ് മൂന്നാമത്തെ തിരിച്ചറിവ്. ക്രിസ്തു ആരെന്നവൻ തിരിച്ചറിഞ്ഞു. മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞു. യേശുവിനെ പറ്റി അറിവാർജിച്ചെടുത്ത് ഒരു പണ്ഡിതനാകുക എന്നതല്ല സുഹൃത്തെ വിഷയം. ക്രിസ്തുവിനെ പറ്റി പഠിച്ച് താങ്കൾ ഒരു PhD എടുക്കുകയല്ല വിഷയം. മറിച്ച് എൻ്റെ അന്തരാത്മാവിൽ എന്നെ രക്ഷിക്കാൻ കഴിയുന്ന രക്ഷകനായി യേശുവിനെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഈ മനുഷ്യന് മൂന്നാമത് സംഭവിച്ച ഒരു കാര്യം, താൻ പറഞ്ഞു എന്നെ രക്ഷിക്കാൻ അവിടുത്തേക്ക് കഴിയും. അതുകൊണ്ടാണ് താൻ പറഞ്ഞത് അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണം. ശരിക്കും ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? അവിടുന്ന് രാജാവാ, അങ്ങ് രാജാവാണ്. ഇതൊരു വിപ്ലവകരമായ സ്റ്റേറ്റ്മെന്റാണ്. കാരണം യേശു വന്ന യഹൂദ സമുദായം പോലും പറയത്തില്ല യേശു ക്രിസ്തു രാജാവാണ്. യഹൂദന്മാർ മുഴുവനും അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ രാജാവല്ല, നിങ്ങളുടെ രാജാവിനെ ഞാൻ എന്ത് ചെയ്യണം? ശരിക്കും പീലാത്തോസ് അവിടെ ചെയ്ത മർദ്ദന മുറകളിലൂടെ അവരെങ്ങനെങ്കിലും ആ രൂപം കണ്ടിട്ടെങ്കിലും ഈ മനുഷ്യനെ വിട്ടുകളയണമെന്ന രീതിയിൽ അകത്ത് കൊണ്ടുപോയി അടിപ്പിച്ച് തകർത്ത് ഒരു മനുഷ്യനെ അവശനാക്കാൻ പറ്റുന്ന സകല രീതിയിലും ശരീരം തകർത്ത് അവനെ മേലങ്കി ചുമത്തി അവിടെ കൊണ്ടു നിർത്തിയപ്പം അവർ പറഞ്ഞു ഇതാ നിങ്ങളുടെ രാജാവ്. അങ്ങനെങ്കിലും അവർ രക്ഷപ്പെടുത്തുമെന്ന് ഓർത്തു. പക്ഷെ അവർ പറഞ്ഞു അവൻ ഞങ്ങളുടെ രാജാവല്ല, ക്രൂസിഫൈ ഹിം, അവനെ ക്രൂശിക്കുക. അപ്പൊ യഹൂദന്മാർ പറഞ്ഞു അവൻ ഞങ്ങളുടെ രാജാവല്ല. ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നും സാധ്യതയുണ്ട്. അവർ പറഞ്ഞു ഇല്ല, ഇവൻ ഞങ്ങളുടെ രാജാവല്ല. അവിടെയുള്ള വൈജ്ഞാനിക സമൂഹം പറഞ്ഞു ഇങ്ങനൊരു മനുഷ്യനെ രാജാവായി കാണാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ശക്തിയുടെ പ്രത്യാശാസ്ത്രമായ റോമക്കാർ പറഞ്ഞു ഇവൻ ഞങ്ങളുടെ രാജാവല്ല. കാരണം അവർ കണ്ടത് ജൂലിയസ് സീസറിന്റെ ചരിത്രമാ, പോംപിയുടെ ചരിത്രമാ. ഇവിടെയൊക്കെ ചരിത്രങ്ങൾക്കകത്ത് കേട്ടറിവുള്ള റോമക്കാർ പറഞ്ഞു ഇങ്ങനെ കിടക്കുന്ന ഒരുത്തനെ രാജാവെന്ന് അംഗീകരിക്കാനോ ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. കാരണം അന്നൊരു മനുഷ്യന്റെ ദയനീയതയാണ് ശരിക്കും ആ ക്രൂശിൽ കാണുന്നത്. ഒന്ന് ശ്വാസം എടുക്കാൻ പോലും കഴിയത്തില്ല. അതിന് കാല് ശക്തമായി ഊന്നണം. ശരീരത്തിന്റെ ഒരു നെർവ് തൊട്ട് സകലതും വേദനയിലൂടെ പോവുക. ഇങ്ങനെ കിടക്കുന്ന ഒരുവനെ നോക്കിയിട്ട് ആരാ രാജാവെന്ന് പറയുന്നത്? എന്നാൽ പിന്നെ 3.5 വർഷം കൂടെ കൊണ്ടു നടന്നവരില്ലേ, ഇവർ പറഞ്ഞോ രാജാവെന്ന്. അവരും പറഞ്ഞു ഇല്ല, അവൻ ഞങ്ങളുടെ രാജാവല്ല, അവൻ ഞങ്ങളുടെ രാജാവല്ല. ആരും അതിന്റെ ചുവട്ടിലില്ല. അവർക്കും സംശയമാണ്. എന്നാൽ ഇത് മുഴുവൻ നിൽക്കുമ്പോഴാണ് ക്രൂശിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ പൂർണ്ണ വെളിപ്പാടോടെ അല്ലെങ്കിലും ആ മനുഷ്യൻ പറഞ്ഞൊരു പദമുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഓർക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പറയും അതിന്റെ തലയ്ക്ക് മുകളിൽ എഴുതി വെച്ചിട്ടില്ലേ രാജാവെന്ന്? ഉണ്ട്, 3 ഭാഷകൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടുന്ന് രാജാവെന്ന്. INR എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ നസ്രയന യേശു യഹൂദന്മാരുടെ രാജാവെന്ന അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ടല്ലേ അവൻ രാജാവെന്ന് പറഞ്ഞത്? ഇത് അവൻ മാത്രമല്ലല്ലോ, താഴെ നിൽക്കുന്നവർ മുഴുവനും കണ്ടതല്ലേ? ഈ അടുത്തു കിടക്കുന്ന കള്ളൻ അവനും കണ്ടതല്ലേ? ഈ യഹൂദന്മാർ മുഴുവൻ കണ്ടതല്ലേ? വഴി പോകുന്നവർ മുഴുവൻ കണ്ടതല്ലേ? എന്നാൽ ഇവരാരും പറയാത്തൊരു കാര്യം ഇവൻ പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പറയുന്ന ഒരു പദമുണ്ട്, അവന്റെ മേൽ ദൈവം ഇട്ട കൃപയുടെ പുതപ്പ് അത്ര വലുതാണ്. ഈ മനുഷ്യനെ കണ്ടാൽ ആരെങ്കിലും രാജാവ് എന്ന് പറയുമോ? അല്ല, ഏതെങ്കിലും ഒരു രൂപഗുണമുണ്ടെങ്കിൽ പറയാൻ പറ്റും രാജാവെന്ന്. എന്നാൽ ആ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ ആരും രാജാവെന്ന് പറയത്തില്ല. അടിച്ചു തകർക്കപ്പെട്ട് ഫ്ലാഗ്രം ആ ദേഹത്തെ കാഞ്ഞാഞ്ഞ് പതിച്ചപ്പോൾ അത് ചട്ടവാറില്ല, പലയാവർത്തി ആ ഫ്ലാഗ്രം ഉപയോഗിച്ച് ആഞ്ഞാഞ്ഞടിച്ചപ്പോൾ ശരീരം മുഴുവൻ തകർക്കപ്പെട്ട് രക്തം മുഴുവൻ ഒഴുകപ്പെട്ട് മാംസം മുഴുവൻ ശരീരത്തുനിന്ന് ഇരുന്ന് പറഞ്ഞു പുറത്തു വന്ന് അകത്തെ ആ വയറ് പോലും തകർന്ന് കുടൽമാലകൾ പോലും കാണുന്ന രീതിയിൽ, അസ്ഥിപഞ്ജരങ്ങൾ ദൃശ്യമാകുന്ന രീതിയിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അത്രയ്ക്ക് വിരൂപമായ കാഴ്ച. ഇതിനെപ്പറ്റിയാണ് യെശയ്യാവ് പറയുന്നത്, അവന് രൂപഗുണമില്ല, അവന് കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരെ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടു വരുന്നു. അടുത്ത പദം, അവനെ തകർത്തു കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. തകർത്തെറിയപ്പെട്ട ഒരു രൂപമാ ഇത്. കണ്ടാൽ ആരാ രാജാവെന്ന് പറയുന്നത്? ഒറ്റ മനുഷ്യനും
പറയത്തില്ല രാജാവെന്ന്. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിലാണ് അവൻ പറഞ്ഞത്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഓർക്കണമേ. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവമിട്ട കൃപയുടെ പുതപ്പാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. സാധ്യതകൾ ഒന്നും അനുകൂലമല്ലെങ്കിലും അതിന്റെ നടുവിൽ എന്റെ യേശു കർത്താവെന്ന് ധൈര്യത്തോടെ ഏതൊക്കെയോ കാലങ്ങളിൽ ഇന്നലെ വിളിച്ചു പറഞ്ഞെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ദൈവ കൃപയുടെ വലിയൊരു പുതപ്പുണ്ടെന്ന് അകത്ത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന്റെ മുൻനിർണയവും ദൈവത്തിന്റെ മഹാകൃപയും. ഈ മനുഷ്യൻ പറയുന്നു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണം. താൻ പറഞ്ഞതിനകത്ത് അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും നീ രാജാവായി വരുമ്പോ എന്നെ എന്ത് ചെയ്യണം? ഇപ്പോഴൊന്നും രാജാവാകുന്ന ഒരു ഉറപ്പുമില്ല. എപ്പോഴെങ്കിലും നീ രാജാവായി. നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഈ എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണമെന്നൊക്കെ പറയുന്ന പോലെ ഈ മനുഷ്യൻ പറയുക, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ എന്ത് ചെയ്യണം? ഓർക്കണം. പക്ഷെ കർത്താവിന്റെ മറുപടി ഇവിടെയാണ് ഇന്ന് രാത്രിയിൽ എന്റെ ഗൗരവ പ്രാധാന്യമുള്ള പ്രമേയം ആരംഭിക്കുന്നത്. അവിടെ പറയുന്ന ഒരു പദമുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇന്ന് അവൻ എന്നെങ്കിലും ഒരു മറുപടിക്ക് വേണ്ടിയാ കാത്തിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞു, ഇന്നത് ചെയ്യാൻ എനിക്ക് കഴിയും. ഇന്നത് ചെയ്യാൻ എനിക്ക് കഴിയും. നാളെ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് അത് ചെയ്യാൻ കഴിയുന്ന, ചരിത്രം മാറ്റാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെ, ചരിത്രം മാറ്റാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെ. ഇവിടെ ഈ മനുഷ്യൻ പറഞ്ഞത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർക്കണം. കർത്താവ് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഒരായുസിന്റെ അഴുക്കുപാണ്ഡങ്ങൾ അഴിച്ചെറിഞ്ഞ് അവനെ സ്വതന്ത്രനാക്കാൻ എന്റെ കർത്താവിന് 10 ദിവസം വേണ്ടായിരുന്നു, 10 മാസം വേണ്ടായിരുന്നു, 10 ചുവട്ടടിയുടെ യാത്ര വേണ്ടായിരുന്നു, അവന് കയറുവാൻ ഒത്തിരി മണിമേടകൾ വേണ്ടായിരുന്നു. മറിച്ച് ഒരൊറ്റ വാക്കുകൊണ്ട് അവന്റെ ചരിത്രം മാറ്റാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതാ ഞാൻ പ്രസംഗിക്കുന്ന നാസറയനായ യേശു. ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ പല വഴി വേണ്ട, പല സാധ്യത വേണ്ട. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരൊറ്റ വാക്കുകൊണ്ട് ചരിത്രം മാറ്റാൻ കഴിയുന്ന ഒരുവനെയാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ചരിത്രം മാറ്റാൻ കഴിയുന്ന ക്രിസ്തു. അവിടുന്ന് ചരിത്രം മാറ്റുന്നവന്. ഒരായുസ് മുഴുവൻ നാട് കേട്ടിട്ടുള്ളത്, ഒരായുസ് മുഴുവൻ വീട് കേട്ടിട്ടുള്ളത്, ഒരായുസ് മുഴുവൻ ഭരണകൂടം വരെ കേട്ട ഒറ്റ ചരിത്രം. എന്നാൽ മരണത്തിന്റെ അവസാന നിമിഷം ദുഷ്പ്രവൃത്തിയുടെ ചരിത്രത്തെ നിത്യതയുടെ സ്വർഗത്തിന്റെ ചരിത്രമായി അതിനെ പരിവർത്തനം വരുത്താൻ കഴിഞ്ഞത് ഒറ്റയിടത്തു വന്നതുകൊണ്ട്, യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട്, അവിടുത്തെ നിലവിളിച്ചത് കൊണ്ട് ചരിത്രം മാറാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയും അത് ചെയ്യാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയും. അവിടുന്ന് ചരിത്രം മാറ്റുന്ന ക്രിസ്തുവാ. അവിടുത്തെ അടുക്കൽ വന്നവരാരുടെയും ചരിത്രം മാറാതിരുന്നിട്ടില്ല. ഞാൻ എപ്പോഴും എന്നെ പിടിച്ചു നിർത്തിയ ഒരു സംഭവമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പം, അവിടെ ഒരു 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പാപിനിയായ ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അവൾ ചെയ്ത തെറ്റ് വ്യഭിചാരമാണ്. റെഡ് ഹാൻഡ് കോട്ട് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ്. അവിടെ ന്യായപ്രമാണം പറയുന്നവരെ കല്ലെറിഞ്ഞ് കൊന്നുകളയണം. സമൂഹം അത് ചെയ്യും. എറിയാൻ കല്ലുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരാൾ മരിച്ചത് കൊണ്ട് എന്താ സൃഷ്ടിക്കപ്പെടുന്ന വാർത്ത? അടുത്ത ദിവസം മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ, പത്രമുണ്ടെങ്കിൽ, ഇല്ലാത്ത കാലമാ ഉണ്ടെങ്കിൽ ചിത്രീകരിക്കപ്പെടുന്ന തലക്കെട്ട് എന്താണ്? ഒരു വ്യഭിചാരിണി മരിച്ചു, കൊന്നു, കല്ലെറിഞ്ഞു കൊന്നു. ഒരു ദുഷിച്ച ജന്മം അവസാനിച്ചു, ഒരു നശിച്ച ജന്മം തീർന്നു. ജീവിതം തകർത്തെറിഞ്ഞ ഒരു സ്ത്രീയുടെ പരിതാപകരമായ അവസാനം. ഇതൊക്കെ ആയിരിക്കും തലക്കെട്ട്. ആ മധ്യാഹ്ന നേരത്ത് ഇതിനപ്പുറത്ത് തലക്കെട്ട് സൃഷ്ടിക്കാൻ ആ കല്ലെറിഞ്ഞ് മരിച്ച സ്ത്രീയെ കൊണ്ട് കഴിയത്തില്ല. കാരണം അവൾ എത്രയൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും അവിടെ അങ്ങനെ തീരത്തുള്ളൂ. അവർ കല്ലെറിഞ്ഞത് കൊണ്ട് ഒരു വ്യഭിചാരിണി മരിച്ചു, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് മരിച്ചു. ഇതിനപ്പുറത്തോട്ട് വാർത്തയില്ല. എന്നാൽ അമ്മ അതിനൊരു വ്യത്യാസം വന്നു. കാരണം അവർ അവളെ വലിച്ചടച്ച് കൊണ്ടു നിർത്തിയത് കുറ്റമാരോപിക്കാൻ, കർത്താവിൽ കുറ്റമാരോപിക്കാനാ അവിടെ നിർത്തിയത്. ആലയത്തിൽ എല്ലാവരുടെയും മുമ്പിലാണത് കൊണ്ട് നിർത്തിയത്. എന്നാൽ അവിടെ സംഭവിച്ചൊരു മാറ്റമുണ്ട്. അത് യേശുവിന്റെ മുമ്പിലായതുകൊണ്ട് തലക്കെട്ടുകളെ മാറുന്ന ഒരു വാക്ക് അവിടെ ഉയർന്നു.
തലക്കെട്ടുകളെ മാറ്റുന്നൊരു വാക്കവിടെ ഉയർന്നു. അന്ന് ആ പാദപീഠത്തിലല്ലാതെ ലോകത്തിൽ എവിടെ ചെന്നിരുന്നെങ്കിലും അന്നത്തെ ചരിത്രം, അന്നത്തെ ദിവസം അന്തി വരുമ്പോൾ അവിടെ വരുന്ന വാർത്ത മരണത്തിന്റെ വാർത്തയാ. എന്നാൽ അവിടെ ചരിത്രം യേശുവിന്റെ പാദപീഠത്തിൽ അവിടെ വന്നതുകൊണ്ട് ആ ദിവസം തീർന്നപ്പോൾ അതല്ല അതിന്റെ വാർത്ത. പോക, ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് മരണത്തിന്റെ വാക്കിൽ നിന്ന് പുതിയ ചരിത്രത്തിലേക്ക് അവൾ കാല് വെച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ചരിത്രം മാറ്റാൻ കഴിയുന്നവന്റെ പാദപീഠത്തിൽ വന്നപ്പോ അതുവരെ ലോകത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു പുതിയ ചരിത്രം പിറന്നു. കല്ലെറിയാനേ ലോകത്തിന് കഴിയത്തുള്ളൂ, കല്ലെറിയാനേ ലോകത്തിന് കഴിയത്തുള്ളൂ, കൊന്നുകളയാനേ ലോകത്തിന് കഴിയത്തുള്ളൂ. എന്നാൽ ജീവന്റെ മേലും മരണത്തിന്റെ മേലും ജീവൻ കൊടുക്കാൻ, ന്യായം വിധിക്കാൻ, പുറത്തു കൊണ്ടുവരാൻ, സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരുവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് ഞാൻ പ്രസംഗിക്കുന്ന നാസറയനല്ലാതെ മറ്റാരുമില്ല. ജീവൻ എടുക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയും, എന്നാൽ ജീവൻ കൊടുക്കാൻ കഴിയുവൻ നാസറയൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്ന ഒരു എസ്കറ്റോളജിക്കലായ ഒരു സ്റ്റേറ്റ്മെന്റ് ഫിലിപ്പ് ലേഖനത്തിൽ കിടപ്പുണ്ട്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. എന്താ ഞാൻ ആ ഭാഗം എന്നെ അത്ഭുതപ്പെടുത്തിയെന്നറിയോ? പൗലോസ് ഇത് പറയുന്ന റോമിലിരുന്ന് എഴുതുന്ന ഒരു ലേഖനങ്ങളിൽ ഒന്നാണ് ഈ ഫിലിപ്പ് ലേഖനം. അന്ന് റോമിന്റെ സർവാധികാരം എന്ന് പറഞ്ഞ കൈസറ അന്നത്തെ ഭരണാധികാരിയാ. അതൊരു കേവലം ജനങ്ങൾ തിരഞ്ഞെടുത്ത മനുഷ്യനല്ല. ഈസ് എ ഡിക്റ്റേറ്റർ. അവിടുന്ന് ഒരു ഏകാധിപതിയാ, സർവാധികാരിയാ. ആ സമൂഹത്തിനകത്ത് എവിടെയുമുള്ള ആരെയും കൊന്നുകളയാൻ ഈ കൈസർക്ക് അധികാരമുണ്ട്. ആരെയും കൊല്ലാൻ അധികാരമുണ്ട്. എതിരെ ചലിക്കുന്ന ശബ്ദത്തെ അടിച്ചമർത്താൻ അധികാരമുണ്ട്. ദേശങ്ങളെ പിടിച്ചടക്കാൻ അധികാരമുണ്ട്. ഏതു നിയമവും ഒറ്റയ്ക്ക് നടപ്പാക്കാൻ ഈ കൈസറെ കൊണ്ട് കഴിയും. തന്റെ ശക്തിക്ക് കഴിയും. ആ ഭരണകൂടത്തിന് കഴിയും. സമാധാനം വരുത്താൻ കഴിയും. കടൽ കൊള്ളക്കാരെ പോലും അടിച്ചമർത്തിയ ഒരു സാമ്രാജ്യം അത് എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ദേശത്തെ മുഴുവൻ അടിച്ചമർത്തുന്ന ഒരു മനുഷ്യനാ ഈ കൈസർ. ജീവന്റെ മേൽ തനിക്ക് അധികാരമുണ്ട്. കാരണം കൊല്ലാൻ തന്നെ കൊണ്ട് കഴിയും. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയും. എന്നാൽ ആ നാട്ടിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ജീവൻ എടുക്കാൻ ചിലപ്പോൾ ഈ കൈസർക്ക് കഴിഞ്ഞെന്ന് വരും. എന്നാൽ ഞാൻ കർത്താവെന്ന് വിളിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയാൽ. കൈസർക്ക് ശക്തിയില്ലെന്നൊന്നും പൗലോസ് പറഞ്ഞില്ല, കൈസർക്ക് അധികാരമില്ലെന്നൊന്നും പറഞ്ഞില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന യേശുവിന് ഒരു അധികാരമുണ്ട്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയാൽ എന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപനായി രൂപാന്തരപ്പെടുത്തും എന്ന് പറഞ്ഞ കൈസർ ഈ കരുത്തറത്തു കളഞ്ഞാൽ അതിനപ്പുറത്തെ പ്രത്യാശ കാഹളം ധ്വനിക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് സകല മനുഷ്യരും ആ കാഹളത്തിന്റെ അധികാര ഗംഭീര ശബ്ദത്താൽ ഇവിടെ ഉയർത്തെഴുന്നേൽക്കാൻ അധികാരമുള്ളവൻ. ഇതാ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു, അധികാരിയായ ക്രിസ്തു, സർവാധികാരിയായ ക്രിസ്തു. അതിന്റെ സ്വഭാവ ഗുണങ്ങൾ, ദൈവത്വത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ തന്നെ പറഞ്ഞ ഇന്ന് രാത്രി ആ ഭാഗം തന്നെ നിൽക്കും. അവിടുന്ന് സർവശക്തന, അവിടുന്ന് സർവവ്യാപിയ, അവിടുന്ന് സർവാധികാരിയ. ഈ സർവാധികാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനകത്ത് അധികാരമല്ല. നമ്മള് ഈ പഠിക്കുന്നതിനകത്ത് നോക്കിയ കൂടുതൽ പഠിക്കുന്നതോറും നമ്മുടെ ലോകം ചെറുതായി വരിക, വലുതായി വരിക അല്ല. 2ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ കുഞ്ഞിനെ നോക്കുമ്പോൾ അതിനകത്ത് പല വിഷയം പഠിക്കുന്നുണ്ട്. 10ലേക്ക് വരുമ്പോൾ അതിനകത്ത് സയൻസിനകത്ത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട് എന്നു വേണ്ട സകല സബ്ജക്റ്റ് 10 സബ്ജക്റ്റ് അതിനകത്തുണ്ട്. എന്നാൽ +2ലേക്ക് പോകുമ്പം അത് അല്പം കൂടെ ലിമിറ്റ് ആകുക, അല്പം കൂടെ ചെറുതാകുക. അതിനകത്ത് ഒന്നെങ്കിൽ ബയോളജി സയൻസ് കാണും, കമ്പ്യൂട്ടർ സയൻസ് കാണും, ഹ്യൂമാനിറ്റിക്സ് കാണും. അതല്ലെങ്കിൽ മറ്റു മേഖല പരിമിതപ്പെടുക. ഇതിനപ്പുറത്ത് ഡിഗ്രിയിലോട്ട് പോയി അവിടെ പിന്നെയും ചെറുതായിക്കൊണ്ടിരിക്കുക, ലോകം ചെറുതാകുക. MBBS പോയാൽ അവിടെ ഒരു പൊതുവായൊരു പഠനമുണ്ട്. അതിനുശേഷം സ്പെഷ്യലൈസേഷന് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ ലോകം ചെറുതാകുക. ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യനെ നോക്കിയ അവരുടെ ലോകം ചെറുതായിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ അവരുടെ പ്രൊവിഷൻസിയും അവരുടെ അധികാരവും
എല്ലാ മേഖലയിലേക്കുമില്ല. അതുകൊണ്ടല്ലേ നമ്മള് കാർഡിയാക് ഡോക്ടർ അടുക്ക ചെല്ലുമ്പം നമ്മൾ ചെവിയുടെ വിഷയം പറഞ്ഞ കാർഡിയാക്കാരൻ പറയും നിങ്ങൾ പോയി ENT കാണാൻ പറയും. കാരണം എന്റെ അധികാരത്തിനകത്ത് പെട്ട കാര്യമല്ല നിങ്ങൾ ആ വ്യക്തി അടുക്കിലേക്ക് പോകണം. എല്ലാ അധികാരവും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഈ ലോകത്തിലുള്ള എല്ലാ മേഖലയിലും ആ പ്രൊവിഷൻസി ഉണ്ട്, അവരുടെ മാത്രം അധികാരമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ അധികാരത്തെ പറയുന്നത് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയാ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് ഏതെങ്കിലും ഒരു മേഖലകളുടെ നാഥനയല്ല ഞാൻ പ്രസംഗിക്കുന്നത്, എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവിനെ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിക്കുന്ന സകല ക്രൈസിസിന് മേലും അധികാരത്തോടെ കാര്യങ്ങൾക്ക് മറുപടി തരാൻ കഴിയുന്ന ഒരുവനെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ അതിനെ വിശ്വസിച്ച ഈ രാത്രി പ്രവർത്തിക്കാൻ കഴിയുന്ന, ചരിത്രം മാറ്റാൻ കഴിയുന്ന സർവാധികാരിയുടെ അത്ഭുത വ്യാപാരം ഇന്ന് രാത്രി വ്യാപരിക്കുന്നത് ആത്മാവിൽ അനുഭവിക്കുന്നവർ ഈ പന്തലിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഏതു മേഖലയും അത്ഭുതകരമായി തൊടാൻ, ചരിത്രം മാറ്റാൻ ഇന്ന് രാത്രി കഴിയുന്ന യേശുവിന്റെ ശക്തി വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം കൊണ്ട് തുടങ്ങട്ടെ. സകല മേഖലയുടെ നടുവിലും അത്ഭുതകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന യേശുവിന്റെ ശക്തി. ജീസസ്. ചരിത്രം മാറ്റാൻ ഇന്ന് രാത്രി എന്റെ യേശുവിന് കഴിയും. ഉണ്ടാകേണ്ട തലക്കെട്ടുകൾ ഒറ്റ നിമിഷം കൊണ്ട് മാറി. ഒരു സ്ത്രീയുടെ ചരിത്രം അവിടെ കൊണ്ട് മാറി. അതിനപ്പുറത്തൊരു ചരിത്രമുണ്ട്. പിന്നെ അവിടെ കണ്ണു തുറന്നിട്ടില്ല. കർത്താവിനെ കണ്ടപ്പോഴൊക്കെ കണ്ണുനീരുകൊണ്ട് പാദം അവൾ കഴുകിയിട്ടുണ്ട്. ചോദിച്ചാ പറയും അന്ന് തീരേണ്ട ചരിത്ര ഇന്ന് കിട്ടിയത് ബോണസാ. അന്ന് അവസാനിക്കേണ്ട കല്ലേറുകൊണ്ട് തീരേണ്ട ചരിത്ര. എന്നാൽ എന്റെ ചരിത്രത്തിന് ഒരു കോമയിട്ട് അതിനപ്പുറത്തോട്ട് എഴുതിയതിന് ഒറ്റ കാരണയുള്ളൂ. എന്റെ ദൈവത്തിന്റെ ഫേവർ എന്റെ മേൽ, ദൈവത്തിന്റെ കൃപ എന്റെ മേൽ, ദൈവത്തിന്റെ കരുണ എന്റെ മേൽ ചൊരിഞ്ഞത് എന്റെ ജീവിതത്തിന്റെ തുടർച്ച. അതുകൊണ്ട് മറ്റാരും മിണ്ടാതിരുന്നാൽ അവർക്ക് മിണ്ട. ഞാനെപ്പോലെ പലപ്പോഴും പറയും, പരസ്യവേദികൾക്കകത്ത് പെന്തക്കോസ്തുകാർ ശബ്ദമുണ്ടാക്കുമ്പം, പെന്തക്കോസ്തുകാർ ശബ്ദമുയർത്തുമ്പം പലപ്പോഴും പലരും അതിനെതിരെ ശബ്ദമുയർത്തി പലതും ആക്ഷേപമായി പറയാറുണ്ട്. പക്ഷെ ഒറ്റ കാര്യം പറയാം, അകത്ത് മാറ്റവും പരിവർത്തനവും രൂപാന്തരവും തിരിച്ചറിഞ്ഞവർക്ക് രൂപാന്തരത്തിന്റെ കാരണഭൂതൻ വരുമ്പം മൗനമായിട്ടിരിക്കാൻ കഴിയത്തില്ല. കാരണം അവർക്കറിയാം ഞങ്ങളുടെ ചരിത്രം മാറ്റിയത് ഈ നാസറയനായ യേശുവാ. അവിടുന്ന് ഇല്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തീരേണ്ട എന്റെ ചരിത്രത്തെ മാറ്റി ഇന്നാകുന്ന അനുഭവങ്ങൾ എന്റെ അകത്ത് തന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, എന്റെ കർത്താവിന്റെ ജീവിതത്തിനകത്ത് വന്നതാ. ഇന്ന് രാത്രി ആ ബോധ്യം അകത്തുള്ളവർ ധൈര്യത്തോടെ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറ, എന്റെ ചരിത്രം മാറ്റിയത് ക്രിസ്തുവ്. ജീസസ്. ചരിത്രം മാറ്റിയ ക്രിസ്തു. നിങ്ങളൊരു കുരുടനായ മനുഷ്യനെ കാണണം. ഈ മനുഷ്യന്റെ ഒരു ആയുസ് മുഴുവൻ കുരുടൻ എന്ന പേരാ. ഒരു പുതുമയും ആ ലൈഫിനകത്തില്ല. ഉച്ചയില്ല, രാത്രിയില്ല, മധ്യാഹ്നമില്ല, ഒന്നുമില്ല, എപ്പോഴും ഒരേ അവസ്ഥയാ. പക്ഷെ താൻ ഒരു വാർത്ത കേട്ടു, ഒരു യാത്ര വരുന്നുണ്ട്. താൻ തീരുമാനിച്ച് എന്റെ ചരിത്രം ഇങ്ങനെ തീരാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ചരിത്രത്തിന് ഇതിനപ്പുറത്ത് ചിലത് ചെയ്യാൻ ക്രിസ്തുവിന് കഴിയും. അവിടെ നിന്നുകൊണ്ട് ആധരം തുറന്ന് നിലവിളിച്ചപ്പം ഇവന്റെ നിലവിളി ക്രിസ്തു കേട്ടു. ഞാൻ പറഞ്ഞത് ചില ഓപ്പർച്യൂണിറ്റികളെ ഗ്രാബ് ചെയ്യുമ്പോഴാണ് ചരിത്രം മാറുന്നത്. ഈ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യനെ നിങ്ങൾ നോക്കിക്കേ, ഇവന്റെ ചരിത്രം എങ്ങനെ മാറിയേ? ഇവനൊരു കാര്യം മനസ്സിലായി, ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല. കാരണം അടുത്ത മിനിറ്റിൽ എപ്പോഴെങ്കിലും അവിടുന്ന് മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. മരണം ഉറപ്പാണ്. കാരണം ഈ കൈയും കാലും തുളയ്ക്കപ്പെട്ട് ഇവിടെ തൂങ്ങിക്കിടക്കുന്നത് അധിക നിമിഷം പോകത്തില്ല. പോരെങ്കിൽ നാളെ ശബത്താ. അതിനു മുമ്പ് അവർ കാലടിച്ചൊരിച്ചാണെങ്കിലും കൊന്നുകളയും. ചരിത്രം അധികം പോകത്തില്ല. ഒന്നെങ്കിൽ അവിടുന്ന് മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. എന്നാൽ ഞങ്ങൾ ആര് ആദ്യം മരിച്ചാലും നഷ്ടം അവിടുത്തേക്കല്ല, നഷ്ടം എനിക്കാ. ഈ മനുഷ്യൻ ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല തിരിച്ചറിഞ്ഞപ്പം അവസരം പാഴാക്കാൻ താൻ തയ്യാറായില്ല. താൻ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് എപ്പോഴൊക്കെ ചരിത്രം മാറിയോ, ഇവിടുത്തെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് അടുത്ത തലമുറയോട്, ഡോണ്ട് വേസ്റ്റ് ദ ഓപ്പർച്യൂണിറ്റി, ഗ്രാബ് എവറി ഓപ്പർച്യൂണിറ്റി. ഓരോ ഓപ്പർച്യൂണിറ്റിയും പാഴാക്കരുത്, കടന്നു പിടിക്കണം. ഓപ്പർച്യൂണിറ്റിയെ ഗ്രാബ് ചെയ്യണം, ക്യാഷ് ചെയ്യണം. ഓപ്പർച്യൂണിറ്റികളെ നിങ്ങൾ ക്യാഷ് ചെയ്യണം.
അത് ഉപയോഗിക്കണം, അതിനെ റിഡീം ചെയ്യണം. അങ്ങനെങ്കിൽ ഈ യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നത് ആർക്കൊക്കെയോ ലൈഫിനകത്ത് ഗ്രാബ് ചെയ്യാൻ ചില ഓപ്പർച്യൂണിറ്റിയാ. ചരിത്രം മാറാൻ ചിലർക്ക് മുമ്പിൽ വാതിലുകൾ ഇന്ന് രാത്രി തുറന്നു കിടക്കുക. ജീവിതത്തിന്റെ ശാപങ്ങൾ മാറാൻ സാധ്യതകൾ തുറന്നു കിടക്കുക. ജീവിതത്തിന്റെ തകർച്ച മാറാൻ സാധ്യതകൾ തുറന്നു കിടക്കുക. ആയുസിന്റെ പരാജയം മാറാൻ സാധ്യത തുറന്നു കിടക്കുക. ആർക്കും മോചിക്കാൻ കഴിയാത്ത പാപത്തിന്റെ അധികാരത്തെ മോചിക്കാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി വാതിൽ തുറന്നിട്ടിരിക്കുക. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തി ഇന്ന് രാത്രി ചെയ്യാൻ കഴിയുന്ന സർവാധികാരിയായവന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുക. അങ്ങനെയെങ്കിൽ പ്രവർത്തിക്കാൻ ഇന്ന് രാത്രി എന്റെ യേശുവിന് കഴിയുമെന്ന് ഇതിനെ ഗ്രാബ് ചെയ്യണം. ഈ മനുഷ്യൻ പറഞ്ഞു, ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല. അവൻ ആ ക്രൂശിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടി ഓർക്കണം. ഈ കുരുടനും മനുഷ്യരായി ഈ യാത്ര പോയാൽ ഒരുപക്ഷെ എല്ലാവരും പോകുന്നത് പോലല്ല ഈ യാത്ര. ഈ വലിയ യാത്രയുണ്ടെങ്കിൽ ഈ പാത്രത്തിനകത്ത് ഒത്തിരി കിഴിങ്ങും, ഒരുപക്ഷെ ഒത്തിരി നാണയത്തുട്ടുകൾ കിട്ടും. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, അല്പകാലത്തെ കുതുകുന്ന നാണയത്തുട്ടല്ല എനിക്ക് വേണ്ടത്. എന്റെ ചരിത്രം മാറ്റാൻ കഴിയുന്ന കാഴ്ചയാണ് എനിക്ക് വേണ്ടത്. അതിന് അധികാരമുള്ളവന് ഇവിടെ വരുന്നത്. ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ലെന്ന് മനസ്സിലായപ്പോ അടിച്ചമർത്തുന്ന 100 ശബ്ദങ്ങളുടെ നടുവിൽ ഈ മനുഷ്യൻ വിളിക്കാൻ തുടങ്ങി, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. ഇന്ന് രാത്രി ചില ശബ്ദങ്ങൾ ഉയരട്ടെ. അടിച്ചമർത്തുന്ന ചില ശബ്ദങ്ങളുടെ നടുവിൽ, വേണ്ടെന്ന് പറയുന്ന ചില ശബ്ദങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി എന്റെ ചരിത്രം മാറ്റാൻ കഴിയുന്ന എന്റെ യേശുവിന്റെ എഴുന്നള്ള തുളത്ത് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ചരിത്രം മാറ്റാൻ ഈ രാത്രി അത്ഭുതകരമായി വ്യാപരിക്കുന്ന ആ ദൈവശക്തി അകത്ത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങണം. എന്റെ ചരിത്രം മാറണം, എന്റെ ചരിത്രം മാറണം. എന്റെ യേശുവിന്റെ മഹത്വം എനിക്ക് വേണ്ടി ഇറങ്ങി വരണം. അത്ഭുതകരമായി വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ അത്ഭുത വ്യാപാരം എനിക്ക് വേണ്ടി വെളിപ്പെടണമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയ ചരിത്രങ്ങൾ മാറും. വിശ്വസിക്കുന്ന രാത്രി വായിക തുറന്ന് ജനം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ പന്തലിനകത്ത് ചരിത്രങ്ങൾ മാറുക. വൈദ്യശാസ്ത്രം പറഞ്ഞത്, ലോകം പറഞ്ഞ പരിമിതികൾ ഇന്ന് രാത്രി അധികാരത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന യേശുവിന്റെ നാമത്താൽ, ഓ ജീസസ്, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ ക്രൂശിന്റെ ശക്തി, അവിടുത്തെ വായിന്ന് പുറപ്പെടുന്ന അത്ഭുത വാക്കുകളുടെ ശക്തി ഇന്ന് രാത്രി ജീവൻ പകരുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ചരിത്രങ്ങൾ മാറ്റുവാൻ ധൈര്യത്തോടെ ആദര തുറക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വരും. ചരിത്രം മാറ്റാൻ ഇന്ന് രാത്രി ക്രിസ്തുവിനെ കഴിയും കേട്ടോ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. യേശു എവിടൊക്കെ വന്നോ, യേശു ആരൊക്കെ എൻകൗണ്ടർ നടത്തിയോ, അവിടൊക്കെ ചരിത്രം മാറിയിട്ടുണ്ട്. പഴയതുപോലല്ല ചരിത്രം മാറിയത്. നൈൽ പട്ടണത്തിനകത്ത് ഒറ്റ എതിരേൽപ്പ് കൊണ്ട് ഒരു കുടുംബത്തിന്റെ തലക്കെട്ട് മാറി. അപ്പൻ മരിച്ചു, ഏകമകനും മരിച്ചു. നല്ലൊരു ഭയങ്കര വൈകാരിക തലക്കെട്ടവരുണ്ട്. കുടുംബത്തിനകത്ത് നടന്ന മരണം ഒരു തലക്കെട്ടായിട്ട് സമൂഹം പറയും. ഒരു സ്ത്രീ അനാഥയായി മാറി. അവിടെ കണ്ണുനീര് കണ്ടോ, അവിടെ നൊമ്പരം കണ്ടോ, അവർ ആർത്തലച്ച് കരയുന്ന കണ്ടോ? ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അതിനെ ഏതൊക്കെ ആംഗിൾ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ക്യാമറ വെച്ചിട്ട് കണ്ണുനീര് ഒപ്പിയെടുക്കും, അലറിക്കരയുന്നത് ഒപ്പിയെടുക്കും. പക്ഷെ അന്തരാത്മാവിൽ അവൾ വഹിക്കുന്ന നൊമ്പരത്തിന്റെ തോതളക്കാൻ ഈ ചുറ്റും നിൽക്കുന്നവർക്ക് കഴിയത്തില്ല. കാരണം അവൾ അനുഭവിക്കുന്നത് അനാഥത്വത്തിന്റെ വേദനയാ. ഈ ഭർത്താവ് മരിച്ചപ്പോഴും ഈ കുഞ്ഞവിടെ പ്രതീക്ഷയായിരുന്നു എന്ന പൊടുതനവയെ ഒറ്റ നിമിഷം കൊണ്ട് മുഴുവൻ തകിടം മറിഞ്ഞു പോയില്ലേ? അവസാനത്തെ ഒരു ചുംബനവും കൊടുത്ത് അവനെ ആ മഞ്ചത്തിന്റെ പുറത്ത് വെച്ച് ആ മഞ്ചം പുറത്തേക്ക് പോകുമ്പോ ലൈവുകാർ മുഴുവൻ ഈ മഞ്ചത്തോടൊപ്പം കാണും. ഇത് പോകുന്നത് ആ ലൈവിൽ കാൽക്കാർ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ ഇത് പട്ടണത്തിന്റെ പുറത്ത് പോകുന്നതിന് മുമ്പ് ഒരു യാത്ര പട്ടണത്തിനകത്തേക്ക് വരിക.
ഇവൾക്ക് വേണ്ടി പറയാൻ പള്ളിക്കാരില്ല, ഇവൾക്ക് വേണ്ടി പറയാൻ പള്ളിക്കാരില്ല. കാരണം ശതാധിപന്റെ വീട്ടിൽ നടന്നപ്പം പള്ളിക്കാർ പറയാനുണ്ടായിരുന്നു. കാരണം അവര് പറഞ്ഞ കാരണം അവൻ ഞങ്ങൾക്ക് പള്ളി പണിതു തന്നു. പള്ളി പണിതു തന്ന ശതാധിപന് വേണ്ടി പറയാൻ ആളുണ്ട്, എന്നാൽ ഒന്നുമില്ലാത്ത വിധവയ്ക്ക് വേണ്ടി പറയാൻ ആരുമില്ല. പക്ഷെ വിഷയം പട്ടണത്തിന്റെ പുറത്ത് പോകുന്നതിന് മുമ്പ് ഒരുവൻ പട്ടണത്തിനകത്തേക്ക് വരിക. മരണം പട്ടണത്തിന് പുറത്ത് പോകുന്നതിന് മുമ്പ് ജീവൻ പട്ടണത്തിനകത്ത് വരിക. ഒരു വിലാപ യാത്ര പട്ടണത്തിന് പുറത്ത് പോകുന്നതിന് മുമ്പ് ഒരു ജയത്തിന്റെ യാത്ര പട്ടണത്തിനകത്തേക്ക് വരിക. ഒരു കുടുംബത്തിന്റെ മേലുള്ള നരക പദ്ധതികൾ പുറത്തു പോകുന്നതിന് മുമ്പ് ഒരു സ്വർഗ പദ്ധതി അകത്തു വരിക. ആ അമ്മയുടെ ഏകജാതൻ മരിച്ചു മഞ്ചത്തിൽ കിടന്ന് അവൻ പുറത്തു പോകുമ്പോൾ ദൈവത്തിന്റെ ഏകജാതൻ ആ പട്ടണത്തിനകത്തേക്ക് വരിക. ഒരൊറ്റ വാക്ക് പട്ടണ നടുവിൽ മുടങ്ങി, യൗവനക്കാര എഴുന്നേൽക്ക എന്ന ഒറ്റ വാക്കിനകത്ത് മരിച്ചവൻ പട്ടണ നടുവിൽ എല്ലാവരും കാണെ എഴുന്നേറ്റ് നിന്നെങ്കിൽ അവിടെ ചരിത്രം മാറുക. ഇന്ന് രാത്രി ഒറ്റ വാക്കുകൊണ്ട്, യേശുവിന്റെ നാമത്തിൽ ഒറ്റ വാക്കുകൊണ്ട് ചരിത്രം മാറ്റാൻ കഴിയുന്ന നസ്രായന്റെ നാമം ഇതിനകത്ത് ചലിക്കുക. അതിന്റെ അത്ഭുത ശക്തി ഇതിനകത്ത് വ്യാപരിക്കുക. മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന യേശുവിന്റെ നാമത്തിന്റെ ശക്തി വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ അനുഭവിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥിക്കേണ്ട. അസാധാരണമായത് ഇന്ന് രാത്രി സ്വർഗം ചെയ്യുക, അത്ഭുതമായത് ഇന്ന് രാത്രി സ്വർഗം ചെയ്യുക. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത് ഇന്ന് രാത്രി എന്റെ യേശു ചെയ്യും. ഓ ജീസസ്, അസാധാരണമായ ദൈവശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഇറങ്ങി വരിക. സകല അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന സകല മഹത്വത്തോടെ ഇന്ന് രാത്രി സ്വർഗം ഇതിനകത്ത് ഇറങ്ങി വരിക. ജനത്തിലെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരിക, ദൈവത്തിന്റെ കരം ഇറങ്ങി വരിക. ഇന്ന് രാത്രി രോഗങ്ങൾ സൗഖ്യമാകട്ടെ, പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. കുടുംബങ്ങളുടെ മേലുള്ള നിരാശയുടെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആദര തുറക്കുമ്പോൾ ഒരു ജയം, ഒരു ദൈവിക ജയം. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ ക്രൂശിന്റെ ശക്തി. സ്വാതന്ത്ര്യം സംഭവിക്കട്ടെ. പിശാച് ബന്ധിച്ച മേഖലകൾ ഇന്ന് രാത്രി ആടിയട്ടെ. ദൈവമഹത്വം. ചരിത്രം മാറ്റാൻ കഴിയുന്ന ജീസസ്. ഒരു മേഖല മാത്രമല്ല, സകല മേഖലകളിലും എന്റെ യേശുവിനെ ചരിത്രം മാറ്റാൻ കഴിയും. അത് പറഞ്ഞെടുത്തപ്പോ ഒരു കാര്യം പറയാം. എന്തിനാ കർത്താവ് ഈ ചരിത്രം മാറ്റുന്നറിയോ? ഈ പാപിനിയായ സ്ത്രീയെ അന്ന് പകൽ ഇവിടെ പാപബന്ധനം അഴിച്ചുവിട്ടത് എന്തിനാ? കുരുടനെ കാഴ്ച കൊടുത്തത് എന്തിനാ? അവിടെ പട്ടണ മധ്യത്തിൽ വെച്ച് ഒരുവൾക്ക് അവിടെ മകനെ തിരിച്ചു കൊടുത്തതെന്തിനാ? ഇതൊന്നും അവിടെ തീരാനല്ല, അവിടെ അവസാനിക്കാനല്ല. ശാരീരിക സൗഖ്യം വേണോ? എന്റെ കർത്താവിന് അത് ചെയ്യാൻ വലിയ കാര്യമല്ല. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കണ്ണു ചെല്ലുന്നിടത്തൊക്കെയും അത് നടന്നിട്ടുണ്ട്. ഇന്ന് രാത്രിക്കും വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരു തികഞ്ഞ സുവിശേഷകൻ, പെന്തക്കോസ്ത് പ്രഭാഷകൻ എന്ന നിലയിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു അത് മനസ്സിൽ ഏറ്റെടുക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടി എല്ലാം ഇന്ന് രാത്രി അത് ചെയ്യാൻ എന്റെ യേശുവിന് കഴിയും. ഇതൊക്കെ നടക്കുന്നതിന് ഒറ്റ കാരണം, ഇതിന്റെ കാരണഭൂതനായവനെ തിരിച്ചറിയണം. ഇതിന്റെ വ്യക്തിത്വത്തെ, ഇതിന്റെ പുറകെ ചലിക്കുന്ന വ്യക്തിത്വത്തെ തിരിച്ചറിയണം. ഇതിനപ്പുറത്ത് എങ്ങനെ അവിടുന്ന് ചരിത്രം മാറ്റുമെന്ന് തിരിച്ചറിയണം. ഇവിടെ രോഗസൗഖ്യം എനിക്ക് ലഭിച്ചാൽ ഞാൻ മരിക്കും കേട്ടോ, പക്ഷെ അത് തരാൻ എന്റെ കർത്താവിന് കഴിയും. എന്നാലും ഞാൻ മരിക്കും. ഇന്നല്ല നാളെ മരിക്കും. ഇന്ന് സൗഖ്യമായ വിഷയം ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഞാൻ മരിച്ചെന്നിരിക്കും. അതിനർത്ഥം ഇന്ന് വിടുവിക്കപ്പെടത്തില്ലെന്നല്ല, ഇന്ന് വിടുവിക്കാൻ എന്റെ യേശുവിന് കഴിയും. ഇതൊക്കെ പലപ്പോഴും അബ്സല്യൂട്ടായിട്ട് അങ്ങ് നിഷേധിക്കപ്പെട്ട കാര്യം വിഷയമാകുന്നേ. എന്റെ പ്രിയരെ, ഇതൊന്നും ഇല്ലെന്നല്ല, ഇതല്ല ഇന്നും സംഭവിക്കും. ഇന്നും എന്റെ യേശു ചെയ്യും. 1-ാം നൂറ്റാണ്ടിൽ ചെയ്ത കർത്താവ് റിട്ടയർ ആയിട്ട് ഇരിക്കല്ല, ശക്തി കുറഞ്ഞിട്ടില്ല. എന്റെ ആരോഗ്യം ഓരോ ദിവസം കുറയും, പക്ഷെ എന്റെ കർത്താവിന്റെ ശക്തിക്ക് കുറവില്ല. പക്ഷെ ഇതൊക്കെ ചെയ്ത് ഇവിടെ നിർത്താനല്ല. ചിലപ്പോ മരണം വഴിയായി മനുഷ്യൻ മാറും, പക്ഷെ ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്.
ഇതിനപ്പുറത്തൊരു ജീവനുണ്ട്. ആ ജീവനിലേക്ക് എന്നെ എത്തിക്കുകയും എന്റെ ചരിത്രം മാറ്റുകയും ചെയ്യുന്ന ഒരു യേശുവുണ്ട്. ഇത് മുഴുവൻ ചെയ്യുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. യേശു ഗലീലയിലെ കാനാവിൽ വെച്ച് അവൻ അവിടെ ചെയ്ത അത്ഭുതങ്ങളിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഇന്ന് രാത്രി ചെയ്യുന്ന മുഴുവൻ കാര്യത്തിലൂടെ ഒറ്റ കാര്യം, എന്റെ യേശു അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തും. ഇന്ന് രാത്രിയും എന്നിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തിയിലൂടെ എന്റെ യേശു മഹത്വം വെളിപ്പെടുത്തും. ആ വെളിപ്പെടുത്തിയ മഹത്വത്തിലൂടെ ഞാൻ അവിടുത്തെ തിരിച്ചറിഞ്ഞാൽ എന്റെ പ്രത്യാശ ഇതിന് അവസാനം ഒരു ദിവസം അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ എന്റെ അരുമനാഥനെ കാണും. യോബ് പറഞ്ഞൊരു പ്രത്യാശയുണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ദേഹസഹിതനായി ഞാൻ എന്റെ ദൈവത്തെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ്. ഇതാണ് നമ്മുടെ പ്രത്യാശ. അവിടെയാ ഈ ചരിത്രം പൂർണ്ണമായിട്ട് മാറുന്നേ. ഇന്നിന്റെ ദ്രവത്വത്തെ മുഴുവൻ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് ഇനി ഒരു ദിവസം വരുന്നുണ്ട്, ദ്രവത്വമില്ലാത്ത അദ്രവത്വമായ ശരീരത്തോടെ, മഹത്വമേറിയ ശരീരത്തോടെ, തേജസ്സുള്ള ശരീരത്തോടെ നമ്മുടെ അരുമനാഥനെ കാണും. നാം മാത്രമല്ല, ലോകമൊട്ടാകെ കോടിക്കണക്കിന് വിശുദ്ധ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവ്, വിടിവിക്കാൻ കഴിയുന്ന കർത്താവ്, സ്വതന്ത്രമാക്കാൻ കഴിയുന്ന കർത്താവ്, സൗഖ്യമാക്കാൻ കഴിയുന്ന കർത്താവ്, ജീവിതത്തിന് അർത്ഥം വരാൻ കഴിയുന്ന കർത്താവ്, നിരാശയ്ക്ക് അറുതി വരുത്താൻ കഴിയുന്ന കർത്താവ്, പാപബന്ധനങ്ങളെ അറുത്തുമാറ്റി ജീവൻ തരാൻ കഴിയുന്ന കർത്താവ്, ജീവനും സമൃദ്ധിയായ ജീവനും തരാൻ കഴിയുന്ന എന്റെ യേശു ഇന്ന് രാത്രി കണ്ണുകളാടായിട്ടാ. ഹൃദയങ്ങൾ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടട്ടെ. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഇന്ന് രാത്രി യോഗം അവസാനിക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്ന ആത്മീക നിയോഗപ്രകാരം ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കഥാവ് ഏതൊക്കെയോ മേഖലകളിൽ എന്റെ ചരിത്രം ഒരു വല്ലാത്ത അവസ്ഥക്കകത്ത് നിൽക്കുക, നിരാശകൾ എന്റെ മനസ്സിനെ മൂടി നിൽക്കുക, വല്ലാത്ത സങ്കടം വരെ ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. ചരിത്രം മാറ്റാൻ കഴിയുന്ന യേശുവിന്റെ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന എന്നെ തൊടണമെന്ന് പ്രാർത്ഥന ആവശ്യമുള്ളവർ കാര്യം നിങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. കഴിയുമെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചവർ ഇന്ന് രാത്രി ദൈവശാല എഴുന്നേറ്റ് നിൽക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. സ്വർഗം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങളുടെ കരത്തിൽ ഇന്ന് രാത്രി തൊടുന്നത് മനുഷ്യനല്ല, ആണിപ്പാടുള്ള അത്ഭുത കരത്താൽ സ്വർഗം നിങ്ങളെ പിടിക്കാൻ പോവാ. ഇന്ന് രാത്രി ഇതിനകത്ത് അത്ഭുത രോഗസൗഖ്യങ്ങൾ, അത്ഭുതകരമായ ദൈവ മഹത്വത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രി സ്വർഗം ചെയ്യും. വിശ്വസിക്കുന്നവർ, ആത്മബലത അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കരങ്ങളൊക്കെ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ഇന്ന് രാത്രി ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. സ്വർഗം ഇന്ന് രാത്രി ചില സ്വാതന്ത്ര്യങ്ങൾ ഇതിനകത്ത് കൽപ്പിക്കുക. ഇരുട്ടിന്റെ മേഖലകളിൽ നിന്ന് ഇന്ന് രാത്രി സ്വാതന്ത്ര്യം കൽപ്പിക്കുക. രോഗമണ്ഡലകടവിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കുക. എന്റെ യേശു ചരിത്രത്തെ മാറ്റാൻ ഇന്ന് രാത്രി അത്ഭുതകരമായി കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കാൻ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവ മഹത്വം ഇവിടെ ഇറങ്ങി വരുന്നതിന് സ്തോത്രം. ചില ശരീരങ്ങളുടെ മേൽ ഇന്ന് രാത്രി വൈദ്യുത തരംഗങ്ങളെക്കാൾ അത്ഭുതകരമായി ചലിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്ന് രാത്രി ജനത്തെ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു. കൈ തൊടാതെ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന യേശുവിന്റെ കരം ഇന്ന് രാത്രി അത് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. ഈ ജനം സ്വതന്ത്രമാകട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ ലഭിച്ച വിടുതലുകളിലൂടെ അതിന്റെ കാരണഭൂതനായ അങ്ങേ അറിയാൻ ആ നിത്യതയിൽ വരുന്നത് വരെ ഞങ്ങളെ തന്നെ ഒരുക്കി കണ്ടു ജീവിക്കാൻ കൃപ തരണം. ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഈ സഭയെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.